എന്റെ പൈസ ഒന്നുമില്ല. നിങ്ങളുടെ അനിയത്തിയുടെ കൊച്ചിന്റെ സ്കൂൾ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നേ? പൈസ ഇല്ലാത്തവരാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് പുള്ളിക്ക് ദുബായിൽ ജോലിയില്ലേ? സ്വന്തം ഭാര്യയുടെ കൊച്ചിന്റെ കാര്യം നോക്കാൻ പറ്റൂലേ? എടി ഇത്രയും കാലം നമ്മളല്ലേ അവരുടെ ചെലവ് നോക്കി. ഇപ്പൊ ചെന്ന് ഞാളിനോട് എങ്ങനെയാണ് ഈ സ്കൂൾ ഫീസൊക്കെ ചോദിക്കണേ? ചോദിക്കേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം. നിങ്ങൾ അനിയത്തി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായില്ലേ? ഇതുവരെ 1 രൂപയെങ്കിലും ഈ വീട്ടിൽ അവൾ അറിഞ്ഞ് ചെലവാക്കിയിട്ടുണ്ടോ? നമുക്ക് പളിയന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ. അളിയെ സെറ്റ് ആയിരുന്നെങ്കിൽ ഈ ശ്രേയയും കൊച്ചിനെ എന്നേ അവിടെ കൊണ്ടുപോയാനെ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നോ? നിങ്ങൾ അവരുടെ സകല ചെലവെടുത്ത് തല വെക്കുന്നുണ്ടോ? ഈ 1.5 വയസ്സുള്ള കൊച്ചിനെ എവിടെയിട്ട് എനിക്ക് ജോലിക്ക് പോവേണ്ടി വന്നത്? എനിക്ക് മുടി കെട്ടിത്തരുമോ? ഇതിലിപ്പോ കെട്ടാ എന്താ ഇത്ര ഇരിക്കുന്നത്? നിന്നെ റെഡിയാക്കുന്ന കാര്യമൊക്കെ നിന്റെ അമ്മയടുത്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ? അന്ന് അമ്മ വരെ ലേറ്റ് ആവും. ആൻറ്റി കെട്ടി തന്നാലേ ശരിയാവും. പ്ലീസ് ആൻറ്റി ഒന്ന് വാ. കൊച്ചു വിളിക്കല്ലേ എടുക്കുന്നു പോ. ആര്യേ ആര്യേ, ഇവിടെ എവിടെ പോയി കിടക്കുന്നു? അമ്മ തുണി വിരിക്കായിരുന്നു, വിളിച്ചേട്ടില്ല. എന്ത് പറ്റി അമ്മ? അവള് ഷട്ടിൽ കളിച്ചിട്ട് വരാൻ സമയമായി. നീ ഇതുവരെ വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ? പിന്നെ ദക്ഷയുടെ ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കിയോണേ. ആ അമ്മ, പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ അവന് ഡയപ്പർ ഇടണ്ട. കറക്റ്റ് സമയത്തിന് മാറ്റാത്തതുകൊണ്ടാണോ എന്തോ അവനിപ്പം ബാക്കിലൊക്കെ റാഷസ് വരുന്നുണ്ട്. നിന്റെ കൊച്ച് അവിടെ എവിടെയായിട്ട് മൂത്രം ഒഴിച്ച് വെക്കും. അത് തുടയ്ക്കാൻ തന്നെ എനിക്ക് സമയം. ഒന്നാമതേ നിന്റെ കൊച്ചിനെ നോക്കാൻ എനിക്ക് വയ്യ. നിന്റെ ഇടയ്ക്ക് ഡൈപ്പർ മാറ്റണ്ട പോലും. അമ്മാ അമ്മാ, അമ്മ ഇന്നത്തെ സംഭവം അറിയണോ? മറ്റേ മുട പിടിച്ച പെണ്ണില്ലേ ചാന്ദിനി, അവളിന്ന് 3 സെറ്റിൽ ഞാൻ തോപ്പിച്ച്. അവള് തോറ്റിട്ട് വല്ല ചൊറിയാൻ വന്നാ? എന്തോന്ന് ചൊറിയാൻ? ഇന്ന് ചമ്മി നാറിയില്ലേ? എന്റെ മോള് ഒരു കിടിലം തന്നെ. നമ്മളിറങ്ങിയേ. ആര്യേ, അവര് ഇറങ്ങിയേ. മക്കളെ നീ അറിഞ്ഞാ ഇന്നമ്മ ഷട്ടിലടിച്ച് ജയിച്ച്? പിന്നെ വലിയ കാര്യമല്ലേ. നാറിയിട്ട് പോയി കുളിയിടി. ശ്രേയത പാല് തിളപ്പിക്കാൻ വെച്ചോ? എനിക്കിറങ്ങി. അയ്യോ അമ്മ, നമ്മളിറങ്ങാനേ. ആ പിന്നെ ചേട്ടാ, അടുത്ത ആഴ്ച വിമൻസ് ക്ലബിലെ ബ്യൂട്ടി മോം കോൺടെസ്റ്റിനെ ഞാൻ നമ്മുടെ സ്ഥിരം കടയിൽ ഒരു ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. വരുമ്പോൾ അതും കൂടെ വാങ്ങണേ. പോയിട്ടാരാ പോയിക്കൊള്ളി. ആ മോളുടെ അഡ്മിഷൻ്റെ കാര്യം ഓർത്ത് ചേച്ചി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഞാനേ വാട്സപ്പിൽ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, SMET ഇൻ്റർനാഷണൽ. അവരെ വിളിച്ചാൽ മതി. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് എല്ലാ നല്ല യൂണിവേഴ്സിറ്റിയായിട്ടും അവർക്ക് ടൈപ്പ് ഉണ്ട്. പിന്നെ ചേച്ചി, ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോണും ട്രാവൽ അറേഞ്ച്മെൻറ്റും എന്തിന് താമസ സൗകര്യം വരെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കോഴ്സ് കഴിയുന്നവരെ ചേച്ചി ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ശരി ചേച്ചി, ബൈ. ഏട്ടത്തേക്ക് ഇന്ന് ഓഫല്ലേ? പിന്നെന്താ വർക്ക് ചെയ്യണേ? അതെൻ്റെ ഒരു കൊളീഗിൻ്റെ മോളിൽ +2 പാസ്സായി. അപ്പോൾ പിന്നെ ഏത് കോഴ്സ് ചെയ്യണം, എവിടെ പോകണമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ SMET നമ്പർ അയച്ചു കൊടുക്കുമായിരുന്നു. അവരാകുമ്പോൾ കുട്ടികളുടെ സ്കില്ലും കോമ്പിറ്റൻസും ഒക്കെ മനസ്സിലാക്കി അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ അവരെ തന്നെ ഗൈഡ് ചെയ്തോളൂ. അതുകൊള്ളാലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കൂലായിരുന്നു. ഇനിയും കിടക്കണം 23 സപ്ലി. അതിപ്പോൾ ശ്രേയക്ക് ഇപ്പോൾ വേണമെങ്കിലും അവിടെ പോവാം. ഒരു നല്ല ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാതെ ഒരു ജോലിക്കൊക്കെ പോവാമല്ലോ. അയ്യേ, എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. അതെനിക്കറിയാം. അമ്മ പറയാൻ മറന്നുപോയി, സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞ് മൺഡേ തന്നെ 1000 റുപ്പീസ് കൊടുക്കാൻ പറഞ്ഞു. മാമൻ വന്നല്ല, മാമന്റെ അടുത്ത് തന്നെ ചോദിക്കേ. ഹായ് മാമൻ. മാമ ഈ സോപ്പൊന്നും വേണ്ട, ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരെണ്ണം അപ്പൂടെ അപ്പൂടെ അപ്പൂ സാർ നിന്റെ ബ്ലൗസ് ആരേ ആരേ ഇതാത്തോ ജോലി.
ബാ അച്ഛൻ്റെ ശുദ്ധരി ബാ പൊട്ടിച്ചേരട്ടെ പൊട്ടിച്ചേട്ടെ. മാമ സ്കൂളിൽ നിന്ന് ടൂറിന് പോകണുണ്ട്, അതുകൊണ്ട് 1000 rupees വേണം. 1000. അയ്യോ ചേട്ടാ, നാളെ തന്നെ കൊടുക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. നാളെ പോകുന്നതിന് മുമ്പ് സെറ്റാക്കി റെഡി. മക്കളെ കഴിച്ചോ. അച്ഛപ്പേ ഇത് പഠിച്ചോ, കളിച്ചോ രണ്ടുപേരും. കൊച്ചിന്റെ ബേബി ഓയിലും റാഷസിനുള്ള ക്രീമൊക്കെ എവിടെ? അതെ, അവളുടെ ബ്ലൗസ് വാങ്ങിച്ചപ്പോൾ തന്നെ 2000 രൂപ പൈസ തന്നില്ല. ഒക്കെ ഒരു രാത്രിയത്തേക്ക് ഓയിൻമെന്റ് കാണൂലേ? ഒന്ന് കൊച്ചിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പൈസ ഇല്ല, അപ്പോഴാണ് ഉള്ള ഒരു ഫാഷൻ ഷോയുടെ ബ്ലൗസ്. നീ പക്ക പറ, നമുക്ക് നാളെ രാവിലെ വാങ്ങാം. എന്താന്ന് വെച്ചാൽ ചെയ്യില്ല. അമ്മ, കറണ്ട് ബില്ല് വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതൊരു കാര്യം. ഇന്നലെ കൂടെ ആളില്ലാത്ത റൂമിൽ ചുമ്മാ AC ഇട്ട് വെച്ചേക്കായിരുന്നു, പിന്നെ എങ്ങനെ കൂടായിരിക്കും? അത് എൻ്റെ അടുത്തല്ല, നീ നിൻ്റെ അനിയത്തി എടുത്ത് പോയി പറ. നീ കഴുതേ, നീ ഇവിടെ കേൾക്കാനാണ് ഈ പറയണേ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഹലോ, പറയട്ടാ. സർജറി വേണമെന്നാ? ഇന്നലെ ചെറിയ വയറുവേനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എവിടാ? ആരുണ്ട് അവിടെ? ചേട്ടാ ഹലോ. എന്തുട്ടി? ചേട്ടാ, അരവിന്ദന്റെ ഫ്രണ്ട്സ് ആണ് വിളിച്ചത്. വയറുവേനാന്ന് കൊണ്ടുപോയിട്ട് അപ്പൻഡിക്സ് ബേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സർജറി തുടങ്ങിയെന്ന് അറിഞ്ഞൂടെ. അയ്യോ, ഇപ്പൊ കൂടെ ആരുണ്ട്? ചേട്ടാ, അരവിന്ദന്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഇപ്പൊ 1.5 ലക്ഷം രൂപ എന്തോ അറേഞ്ച് ചെയ്ത് ഇനി 2.5 ലക്ഷം രൂപയ്ക്ക് എന്തോ കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോന്നും ചെയ്യണോ, ഒരു സമാധാനം ഇല്ല. അല്ലെങ്കിൽ മോളെ കരയാതെ, അവനൊന്നും സംഭവിക്കില്ല. എന്തുകൂടി ഇത്? അളിയൻ ഈ വേദനയും സഹിച്ചോണ്ട് ഇത് വേസ്റ്റ് ആണോ അവർ വെച്ചോണ്ടിരുന്നത്? ഇതിപ്പം നിന്റെ കാശ് വല്ലതും കാണുമോ അയച്ചു കൊടുക്കാൻ? അങ്ങനെ വല്ലതും? ചേട്ടാ, എൻ്റെ എവിടെ നിന്ന് കാശ് ഉണ്ടെന്നെ? സ്വർണ്ണമൊക്കെ വിട്ടിട്ടല്ലേ അങ്ങനെ ജോലി ശരിയാക്കിയ. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, നീ അവരെ വിളിച്ചിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങ്. പോയാ നോക്കണേ. ഉച്ചയ്ക്ക് ഫുഡിന് ശേഷമുള്ള ഗുളികയൊക്കെ കഴിച്ചാ? കൂടുതൽ സ്ട്രെയിനൊന്നും എടുക്കല്ലേ. ഓ ഉണ്ട്, കൊടുക്കാം. അമ്മ മോനെ സുഖാണല്ലേ? ഓഫീസിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആമ്മ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോനെ, എൻ്റെ പെൻഷൻ കാശിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടേ. പിന്നെ അന്ന് മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് സ്ത്രീ കൂട്ടുകാർക്ക് കടം വാങ്ങിച്ചാണ് കാശ് തന്നത്. ഇപ്പം രണ്ടാവ് ചോദിച്ചപ്പോൾ അവന് തരാൻ പറ്റിയില്ല. മോന് തെറ്റായിട്ടൊന്നും വിചാരിക്കില്ലേ? അയ്യോ അമ്മ, അതൊന്നും കുഴപ്പമില്ല. അളിയനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. ശരി മോനെ, മോൻ്റെ ലീവിൻ്റെ കാര്യമല്ലേ ഇതുവരെയായി? അപ്പു 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 ഒന്നും പറ്റില്ലല്ലോ. അമ്മ ദക്ഷയ്ക്ക് 3 ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നല്ലേ. മോനെ, അവിടെ ഭയങ്കര ചൂടല്ലേ? ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കഴിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്റെ കൊച്ചിനെ നോക്കാൻ പറ്റിയില്ലല്ലേ? അത് ഫോൺ വന്നതിൻ്റെ ഇടയിൽ കൊച്ചുപടി കളിച്ചോണ്ടിരിക്കുന്ന കാര്യം മറന്നുപോയി. മറന്നുപോയെന്നോ? ഞാൻ നോക്കുമ്പോ അവ ഗേറ്റിന്റെ വെളിയിൽ തനിച്ചിരിക്കണം. ആരെങ്കിലും എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെയാണെങ്കിൽ എന്ത് ധൈര്യത്തിൽ ഞാൻ ഇവിടെ ആക്കിയിട്ട് ഓഫീസിൽ പോകും? അതെ, നിന്റെ കൊച്ചിനെ നോക്കേണ്ടത് നീയാ. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ജോലി കളഞ്ഞ് വീട്ടിൽ ഇരി. ഞാൻ പറഞ്ഞില്ലല്ലോ ജോലിക്ക് പോവാൻ. എനിക്കും എന്റെ കൊച്ചിനെ നോക്കി വീട്ടിൽ നിൽക്കാൻ തന്നെ ആഗ്രഹം. പക്ഷെ എന്റെ ഭർത്താവിന്റെ ശമ്പളത്തിൽ നിങ്ങളെ മോളുടെയും കൊച്ചിന്റെ ചെലവ് ഒറ്റയ്ക്ക് നടത്താൻ പറ്റണില്ല. അതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോവേണ്ടി വന്നത്. ദേ, ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്.
അല്ലാതെ നിന്നെ പോലെ എന്റെ ചേട്ടന്റെ കൈയും കാര്യം കാണിച്ച് ഈ വീട്ടിൽ വലിഞ്ഞേറി വന്നൊന്നുമല്ല ഞാൻ. ഇടി, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നിന്റെ ഭർത്താവ് ദുബായി പോകുന്ന സമയത്ത് നിന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. എന്നിട്ട് ഈ 3-4 വർഷത്തിനിടയിൽ ഒരു 5 പൈസ നീ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? എന്നിട്ടിപ്പോ ഇത്രയും കാലം നിന്റെ ചെലവ് ഞങ്ങളാ നോക്കിയേ. നിർത്തി. നീ എൻ്റെ മോളെ പറയാറായ? ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിലേ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഒരാഗ്രഹമില്ല. നിങ്ങൾ നിങ്ങളെ മോളെയും കെട്ടിപ്പിടിച്ചിരുന്നോ? ഞാനും എന്റെ കൊച്ചു എന്റെ വീട്ടിൽ പോവുക. ശ്രീ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞ് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അന്യത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിട്, എന്നിട്ട് നോക്കാം. അതിന് നീ എന്നോട് എന്തിനാണ് ഈ ദേഷ്യം കാണിക്കണേ? എനിക്ക് ഒറ്റ കൊച്ചിനെ കാണണ്ടേടി. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിൽക്ക്, അല്ലാതെ ഞാൻ ഇനി ആ വീട്ടിലോട്ട് ഇല്ല. എടാ, നിനക്ക് നാണം ഉണ്ടാടാ? എന്നെയും നിന്റെ അനിയത്തെ ഇത്രയൊക്കെ പറഞ്ഞ് അവളോട് പോയി കെഞ്ചാൻ. മാമ, ആന്റി മാമ എപ്പോ വരും? മാമ, ആന്റി മാമ എപ്പോ വരുമെന്ന്? ആ, ആന്റിയുടെ അച്ഛനെ അമ്മ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കും. ഉടനെ വരും. അവര് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ. അതിനിപ്പോ നമ്മള് നമ്മുടെ വീട്ടിലല്ലേ നിക്കണേ? അല്ലല്ലോ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് വലിയ റൂമൊക്കെ ഉണ്ടല്ലോ. എടാ, ശ്രേയ എവിടെ പോയി കിടക്കണ്? അവൾക്ക് വിശക്കണമില്ലേ? പോയി അവളെ വിളി. എടി, അമ്മയെ പോയി വിളിച്ചിട്ട്. ഇതെനിക്ക് വരയ്ക്കണം. എടി, വിളിച്ചിട്ട് ഒന്ന് ബാക്കി വരയ്ക്കടി. എനിക്ക് വയ്യ, മാമ പോയി വിളി. ചേട്ടൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടത്തി എന്തായാലും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ഏതായാലും പോയത് നന്നായി. പിന്നെ അമ്മ തന്ന കാശ് ഞാൻ കോൺട്രാക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കിച്ചൺ വർക്കൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറയണേ. പക്ഷേ ഇന്റീരിയർ മൊത്തം സെറ്റ് എടുക്കാനേ ഒരു 4-5 ലക്ഷം രൂപ കൂടെ വേണ്ടി വരും. നടക്കൂടി. ഇനി എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റൂല. അവനെ കടം കയറി നിൽക്കുകയാണ്. നമ്മളൊരു അബദ്ധം കാണിച്ചു. അന്ന് അപ്പൻഡിസിറ്റിസ് ഓപ്പറേഷൻ വകരെ വല്ല വലിയ ഐറ്റവും പറയണമായിരുന്നു. ഇനി അതിനൊക്കെ എന്തെങ്കിലും വഴി കിട്ടും. 3-4 വർഷം നമ്മൾ പിരിഞ്ഞെടുത്തിട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഇവിടെ ഒരു വീട് വെച്ചിരിക്കും. അപ്പൊ ഇത് നടക്കും. അത് തന്നെ, എന്തേലും ഐഡിയ കിട്ടാതിരിക്കൂല. അവര് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ. അതിനിപ്പോ നമ്മള് നമ്മുടെ വീട്ടിലല്ലേ നിക്കണേ? അല്ലല്ലോ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് വലിയ റൂമൊക്കെ ഉണ്ടല്ലോ. അമ്മ തന്ന കാശ് ഞാൻ കോൺട്രാക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കിച്ചൺ വർക്കൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറയണേ. ഇനി എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റൂല. അവനെ കടം കയറി നിൽക്കുകയാണ്. നമ്മളൊരു അബദ്ധം കാണിച്ചു. അന്ന് അപ്പൻഡിസിറ്റിസ് ഓപ്പറേഷൻ വകരെ വല്ല വലിയ ഐറ്റവും പറയണമായിരുന്നു. ചേട്ടാ, എനിക്ക് കണ്ടീഷണറും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടേ. പുറത്തു പോകുമ്പോൾ ഒന്ന് പറയണേ. വിഷമിട്ട് വയ്യ. നീ എന്തെങ്കിലും കഴിച്ചാ ചേട്ടാ? ഇതെന്തിപ്പോ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്ക് എങ്ങനെ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ തോന്നി? ദക്ഷ അവളുടെ വീട് റൂം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ മേള് നീയും അവനും കൂടെ സംസാരിക്കണായിട്ടപ്പോ അവരുടെ സർജറി ഇതൊക്കെ പറഞ്ഞ് കാശ് മേടിച്ച് എന്തൊക്കെ കള്ളോടി നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേ? പലപ്പോഴും എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിന്റെ ഓരോ കാര്യങ്ങളും നടത്തി തന്നിട്ടുള്ളത്.
എന്തു പറ്റിയടാ? എടി എന്തുവാടി പ്രശ്നം? അമ്മ, എവളൊരു വീട് വെക്കണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആർക്കാണ് ഒരു പ്രശ്നമുള്ളത്? എവക്കോ ഇവളുടെ ഭർത്താവിനോ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ല നമ്മൾ ഇത്രയും കാലം ചെലവിന് കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പോലും അറിഞ്ഞൂടാതെ നമ്മളെ പറ്റിച്ച് ഒരു വീട് വെക്കായിരുന്നമ്മ. സർജറിയുടെ കാര്യം പോലും ഇവള് പറഞ്ഞ കള്ളു വരുന്നമ്മ. ഈ കേട്ടതിലും എല്ലാം സത്യമുണ്ടോ? അമ്മ, തെറ്റേതിന് അടി കൊടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ നോക്ക്. എന്റെ കൊച്ചിനെ കൊണ്ട് ആര്യ വീട്ടിൽ നിന്ന് പോയപ്പോഴെങ്കിലും നിനക്കിതൊക്കെ നിർത്തായിരുന്നു. എന്റെ മോൻ, ഞാൻ അവരെയും കൊണ്ട് ഈ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കാണരുത്. വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിനൊപ്പോ ഭർത്താവിൻ്റെ വീട്ടിലോ നിൽക്കാതെ ആങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ചില പെങ്ങന്മാരുണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ദിവസത്തേക്കാണല്ലോ ഒക്കെ, പക്ഷെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിയുമ്പോൾ പലപ്പോഴും ഇത് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ചിത്രത്തിലൂടെ പെങ്ങന്മാരെങ്ങാനും വീട്ടിൽ വന്നാൽ അവരെ നോക്കരുതെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പെങ്ങള് ചേട്ടനെ ബോധപൂർവ്വം പൈസയ്ക്ക് വേണ്ടി മുതലെടുക്കുകയാണ് ചെയ്തത്. അതിനൊരിക്കലും നിന്നു കൊടുക്കാതിരിക്കും. ഇനി പെങ്ങന്മാരോടൊരു കാര്യം, ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്കിങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും മറ്റൊരാളുടെ വരുമാനത്തെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനി ആരും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SK Talks ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളൊരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നല്ലത്. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട SMET, the complete solution for your educational enquiries.